ആളകപ്പ നഗർ കീറ്റ്സ് കോളേജ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഓർമ്മച്ചെപ്പ് മുൻ പ്രിൻസിപ്പൽ മേരി ദാസ് ഉദ്ഘാടനം ചെയ്തു. CD ദേവസി അധ്യക്ഷത വഹിച്ചു. പ്രോഗ്രാം കൺവീനർ CV ഷംസുദ്ദീൻ, CN വിദ്യാധരൻ, സോമൻ, ലത്തീഫ് മുച്ചിക്കൽ, K സൂരജ്, ഡേവിസ്, റീസൻ, മിനി, രാജു, മിനി ശശികുമാർ എന്നിവർ പ്രസംഗിച്ചു. പൂർവ്വ അധ്യാപകരെ ചടങ്ങിൽ ആദരിച്ചു. വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഈ വാസ്തവമായ വേദി, ഈ ധന്യമായ വേദി എന്ന് പറയുന്നത് സൗഹൃദത്തിന്റെ വേദിയാണ്. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഇപ്പോൾ നേരത്തെ നമ്മുടെ സ്വാഗത പ്രസംഗം ശംസു പറഞ്ഞ പോലെ ഈ ദിവസം നമ്മളോടൊപ്പം പങ്കിടാൻ വേണ്ടി ഈ കാലഘട്ടത്തിൽ ശാസ്ത്രവും സാങ്കേതിക വിദ്യകളും വികാസം പ്രാപിച്ചത് കൊണ്ട് മാത്രമാണ്. അഥവാ അത് തന്നെയല്ല, 20,000 പ്ലാൻ ചെയ്ത ആ പരിപാടി ഏകദേശം 50,000 രൂപ കുറെ ആളുകൾ മനസ്സറിഞ്ഞു. ഇന്നലെ പെട്ടെന്നാണ് എൻ്റെ പഴയ സുഹൃത്ത് 5 മണി ഈ സമയം കഴിഞ്ഞത്. കീറ്റ്സ് കോളേജിൻ്റെ വേദിയെ നോക്കുമ്പോൾ പ്രധാനമായിട്ടും 2 മുഖങ്ങളാണ് മനസ്സിൽ. ഒന്ന്, ഏത് വേദിയിലും എൻ്റെ ക്ലാസ് അനുകരിക്കുന്ന KD കാണുന്നുണ്ട്. തൊട്ടടുത്ത് കിടക്കുന്ന സ്കൂളുകളിലൊക്കെ തന്നെ ആയിരിക്കാം. ഞാൻ എൻ്റെ ബാല്യകാലം ചെലവഴിച്ചത് കന്നാറ്റുപാടം ഗവൺമെൻറ് സ്കൂളിലാണ്. ആ 1 മുതൽ 10 വരെ അവിടെ പഠിക്കുന്ന കാലയളവിൽ നമുക്ക് മറക്കാൻ കഴിയാത്ത, നമുക്ക് എന്നൊന്നും ഓർക്കാൻ കഴിയുന്ന, എന്നാലും ഈ കീറ്റ്സിൽ പഠിച്ച ഒരുപാട് ഓർമ്മകൾ എനിക്കുണ്ട്. ഞാൻ 1 തൊട്ട് 10 വരെ ആളാപ്പ സ്കൂളായിരുന്നു. വേദിയിലിരിക്കുന്ന പ്രശസ്തരായിട്ടുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളിൽ നമ്മുടെ അധ്യാപകരെ എല്ലാവരെയും റെപ്രസെന്റ് ചെയ്തുകൊണ്ട് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റാണ്. ഇത്ര നല്ല ഭരണാധികാരി, അത്രയും സൽസ്വഭാവവും സത്യസന്ധതയും കർമ്മണ്യനിരത അങ്ങനെയുള്ള ആളുകളുണ്ട്. പിന്നെ പോലീസിൽ അദ്ദേഹത്തെ പോലെ പറഞ്ഞ ഉന്നത ഉദ്യോഗസ്ഥനിക്കാൻ പേടിയാൻ പറയുന്നത്. വിദ്യാഭ്യാസ മേഖലയിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സാധിച്ചത്, അതിന് അവസരമൊരുക്കി തന്നത് നിങ്ങളെപ്പോലുള്ള നല്ല വിദ്യാർത്ഥി സുഹൃത്തുക്കളാണ്. ഇവിടെ ഞാൻ പഠിപ്പിച്ചത് വളരെ കുറച്ച് കാലമാണ്. ഇരിക്കുന്ന പൂർവ്വ വിദ്യാർത്ഥികൾ, ഞാനിങ്ങോട്ട് കടന്നു വരുമ്പോൾ ഞാൻ തന്നെ വളരെ അകലേന്ന് വരുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു മാനസിക സംഘർഷം എന്നെ വല്ലാതെ അലട്ടിയിരുന്നു. ആ കാലഘട്ടത്തിലും അവധിക്കാലത്ത് വരുമ്പോൾ പണ്ട് പ്രവർത്തിച്ചിരുന്ന സ്ഥാപനങ്ങളിൽ പോയി ചെറിയ ചെറിയ ക്ലാസ്സുകൾ എടുക്കുകയും മോട്ടിവേഷൻ ക്ലാസ്സുകൾ എടുക്കുകയും ചെയ്തുകൊണ്ടാണ് ഞാൻ എൻ്റെ മാനസിക വിഷമങ്ങൾ അല്പമൊക്കെ മറന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനിടയിലാണ് ഇവിടെ ഇക്കണോമിക്സിനെ ശ്രീനിവാസനാണ് ഹാൻഡിൽ ചെയ്തിരുന്നത്. അപ്പം കുറച്ച് വർക്കിലോട് കൂടിയപ്പോൾ എന്നോടൊന്ന് റിക്വസ്റ്റ് ചെയ്തു. ഞങ്ങളൊരു വലിയ ഫ്രണ്ട്സാണ് കോളേജിൽ. അപ്പോൾ ശ്രീനിവാസൻ പറയുന്നത് നിങ്ങളെ കോളേജ് ആരെയും ഒപ്പേറ്റ് ചെയ്താലും ഞാൻ പിന്നെ ശ്രീനിവാസൻ പറഞ്ഞുകൊണ്ട് ഞാൻ അത് ബുക്കുണ്ട്. ഇത് 2 വായിച്ച് നോക്കിയത് ഉത്തരം നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഇനി എല്ലാ വർഷങ്ങളിലും നമുക്ക് കാണാം എല്ലാ വിധത്തിലുള്ള ഭാവങ്ങളും. പ്രത്യേകിച്ച് കുറച്ചു കാലം 7ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ അത് തുറന്നു പറയാം, സെമിനാരിൽ പോയിരുന്നു. അപ്പോൾ അവിടെ നിന്നുള്ള ഒരു പഠനം വഴിക്ക് വെച്ച് ഇങ്ങനെ നിർത്തേണ്ട ഒരു സമയത്താണ് ഞാൻ. അദ്ദേഹം 2-3 മാസം മുമ്പ് നമ്മൾക്ക് വേണ്ടി നിർദ്ദേശങ്ങൾ തന്നു. അതനുസരിച്ച് ഞങ്ങളിവിടെ ഒരു കമ്മിറ്റി ഉണ്ടാക്കി അതിന് വേണ്ട നടപടികൾ എല്ലാം നമ്മൾ നടത്തി. ഓർമ്മകളോടി കളിക്കുവാനെത്തുന്നു